എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ രാജീവൻ കടപ്പാട്ടൂരേക്ക് വരുവാണ്. അപ്പം ഫ്രണ്ടിൽ തന്നെ ബബിത ഇരിപ്പണ്ടേ. രാജീവൻ ഇറങ്ങി വരുന്ന കാണുമ്പം ഹായ് അങ്കിളെ എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുക. എന്നാൽ രാജീവൻ അടുത്തോട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇങ്ങനെയാണോ ബബിത ഒരാൾ വീട്ടിലോട്ട് കയറി വരുമ്പം പെരുമാറേണ്ടത്? ശരിക്കും നിൻ്റെ അങ്കിളല്ലേ ഞാൻ, എന്നിട്ട് നീ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? ഇരുന്നിടത്തുനിന്ന് ഒന്ന് എഴുന്നേക്കുകയും ചെയ്യാൻ മേലെ നിനക്ക് എന്ന് ചോദിക്കുമ്പം ബബിത അങ്ങ് എഴുന്നേറ്റ് നിന്നിട്ട് ഇങ്ങനെ പറയുവാണ്, അതിന് അങ്കിൾ ഇങ്ങോട്ട് വന്നത് എനിക്ക് വേണ്ടിയൊന്നും അല്ലല്ലോ, അങ്കിളിൻ്റെ എന്തോ ആവശ്യത്തിന് വേണ്ടിയില്ലേ, പിന്നെ ഞാൻ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കുവാണ്. അന്നേരം രാജീവൻ പറയും, ഓ അങ്ങനെയാണോ, എനിക്ക് മോൾ അവിടെ തന്നെ ഇരുന്നു എന്ന് പറയും. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇവിടുന്ന് ഒന്നും അടിച്ചു മാറ്റി കൊണ്ടുപോകാൻ വേണ്ടിയല്ല ഇങ്ങോട്ട് വന്നത്, നിൻ്റെയൊക്കെ ജീവിതം കോഞ്ഞാട്ടെ ആകാതിരിക്കാൻ വേണ്ടിയാണ് എന്ന് പറയുമ്പം അതെല്ലാവരും കൂടി കോഞ്ഞാട്ടെ ആക്കി വെച്ചേക്കുമല്ലേ എന്ന് ഒരു പുച്ഛത്തോടെ പറഞ്ഞിട്ട് അവൾ പിന്നെ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുവാണ്. അന്നേരം കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്നിട്ട് രാജീവൻ ഇങ്ങനെ പറയുക, വൈജയന്തിയുടെ അതേ അഹങ്കാരമായി ഇതിനെ എന്ന്. എന്നിട്ട് അങ്ങ് കയറിപ്പോവും. അത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അവൾ മൊബൈലൊക്കെ മാറ്റി വെച്ചിട്ട് ഇത്തിരി ദേഷ്യപ്പെട്ട് അവിടെ ഇരിപ്പുണ്ട്. പക്ഷേ രാജീവ് നേരെ അകത്തോട്ട് കയറി വന്ന് കൃഷ്ണമോളെ എന്ന് വിളിക്കുന്നത് കൃഷ്ണമോൾ അവിടെ നിന്ന് എഴുന്നേറ്റ് ചെല്ലും. ഹായ് അങ്കിളെ, ഇതൊരു സർപ്രൈസ് വിസിറ്റ് ആണല്ലോ എന്നൊക്കെ ചോദിച്ച് ചിരിച്ചുകൊണ്ട് അടുത്തോട്ട് ചെല്ലുന്നു. അന്നേരം രാജീവൻ പറയുന്നുണ്ട്, സർപ്രൈസ് വിസിറ്റ് ഞാൻ അങ്ങ് സിംഗപ്പൂരിൽ നിന്ന് വർഷത്തിൽ ഒരിക്കൽ വരുമ്പം, ഇതിപ്പം ഇവിടെ തന്നെ പോത്തിനെ പോലെ കിടക്കുമല്ലേ, അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ലല്ലോ എന്നിങ്ങനെ പറയുന്നു. എന്നിട്ട് നോക്കുമ്പം അവിടെ അലീന അങ്ങോട്ട് വന്നിങ്ങനെ മിണ്ടാതെ നിൽക്കുക. അന്നേരം എന്താ അലീന ഒന്നും മിണ്ടാത്തതെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറയും. അന്നേരം രാജീവൻ അടുത്തോട്ട് വന്നിട്ട് പറയുന്നുണ്ട്, നിന്നോട് ഞങ്ങൾക്ക് ഇപ്പോൾ പിണക്കമൊന്നും ഇല്ല കേട്ടോ, ആ ദേഷ്യം ഒക്കെ ഇപ്പം മാറി, ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല എന്നിങ്ങനെ പറയുമ്പോൾ താങ്ക് യു അങ്കിളെ എന്ന അലീനയും പറയും. അത് കഴിഞ്ഞ് കൃഷ്ണമോളോട് അച്ഛൻ എന്തെന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ മേളത്തെ റൂമിലുണ്ട് എന്ന് പറയും. എന്നാൽ ഞാനൊന്ന് പോയി കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ് രാജീവൻ അങ്ങോട്ട് പോവാം. രാജീവൻ റൂമിലേക്ക് ചെല്ലുമ്പം ബാലേന്ദ്രൻ എന്തൊക്കെയോ കമ്പ്യൂട്ടറിൽ ലാപ്പിൽ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. കാണുന്നത് ആ രാജീവോ കയറി വാട എന്ന് നല്ല രീതിയിൽ തന്നെ പറയുന്നു. രാജീവ് അകത്ത് കയറി വന്നിരിക്കുമ്പോഴും ലാപ്പിൽ എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുവാണ് ബാലേന്ദ്രൻ. അന്നേരം തിരക്കാണോ എന്ന് ചോദിക്കും. ശകലം തിരക്കാണ് എന്ന് പറയും. അന്നേരം രാജീവൻ പറയുവാണ്, ഞാൻ ഇന്നലെ രാത്രിയിലാണ് വൈജയന്തി ബാലേന്ദ്രന് ഡിവോഴ്സ് നോട്ടീസ് അയച്ച കാര്യം അറിഞ്ഞത് എന്ന്. അന്നേരം ബാലേന്ദ്രൻ പറയും, അറിഞ്ഞല്ലോ അത് മതിയെന്ന്. എന്നിട്ട് ആ ഡിവോഴ്സ് നോട്ടീസ് എടുത്ത് കയ്യിലോട്ട് കൊടുക്കും. അത് നോക്കിയിട്ട് രാജീവൻ പറയുവാണ്, ഇത് അവൾക്ക് ബോധമില്ലാത്തതുകൊണ്ട് വെറുതെ അയച്ചതാണ്, ഇതിന് പ്രത്യേകിച്ച് പ്രാധാന്യമൊന്നും കൊടുക്കണ്ട ബാലേന്ദ്രൻ, ഇതങ്ങ് ഇഗ്നോർ ചെയ്തേക്കണം എന്ന് പറയും. അന്നേരം അതിൻ്റെ ആവശ്യമില്ല, എനിക്ക് കേസ് നടത്തണം എന്ന് പറയുവാണ് ബാലേന്ദ്രൻ. അന്നേരം വേണ്ട ബാലേന്ദ്ര, വെറുതെ പല്ലിൽ കുത്തി മണപ്പിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ, ഇത് അതിൻ്റെ വഴിക്കങ്ങ് വിട്ടേക്കുക, കണ്ടില്ലെന്നങ്ങ് നടിച്ചേക്കുക, അപ്പോൾ പിന്നെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ ഇതിന് റിപ്ലൈ ഒന്നും കൊടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അവൾക്ക് അനുകൂലമായിട്ട് വിധി വരും, അതായത് മ്യൂച്വൽ ഡിവോഴ്സ്, അതിൻ്റെ ആവശ്യമില്ല, കേസ് നടത്തണം, കേസ് നടന്നാലേ ശരിയാവുള്ളൂ. മനുഷ്യൻ നാണം മറയ്ക്കുന്നത് വസ്ത്രം കൊണ്ട് മാത്രമല്ല, തൻ്റെ ആത്മാഭിമാനം കൊണ്ടുകൂടിയാണ്. അതില്ലാതെ കോടതിക്കകത്ത് അവൾ പൂർണ്ണ നഗ്നയായിട്ട് നിൽക്കുന്നത് ഞാൻ എല്ലാവരെയും കാണിച്ചു തരും എന്ന് പറയുമ്പം രാജീവൻ പറയും, ഞങ്ങൾക്ക് ആർക്കും കാണണ്ട എന്ന്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല, നിങ്ങൾ 3 ആങ്ങളമാരെ ഞാൻ വിളിച്ചു വരുത്തും, എന്നിട്ടത് കാണിച്ചു തരും, പിന്നെ എന്തൊക്കെ തെളിവുകൾ നിരത്താവോ, ഏതൊക്കെ സാക്ഷികളെ കൊണ്ടെത്തിക്കാൻ പറ്റുമോ അവരെ എല്ലാം കൊണ്ട് നിർത്തി തന്നെ ഞാൻ കോടതിയിൽ വാദിക്കും. പിന്നെ അപ്പുറത്തെ സൈഡിൽ ഒരു സ്റ്റാൻലി ജോസഫ് ഉണ്ട്, അയാൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല, ഇരിപ്പുണ്ടെങ്കിൽ അയാളെയും കൊണ്ടുവരും, എന്നിട്ട് അയാളെയും കൊണ്ട് നിർത്തി ഇവരുടെ എല്ലാം നടുക്ക് ഞാൻ അലീനയെ നിർത്തിക്കൊണ്ട് തന്നെ വാദിക്കും, എന്നിട്ട് അവളുടെ തൊലി ഉരിച്ച് നിർത്തും എന്ന് പറയുമ്പം രാജീവൻ പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല, നഷ്ടപ്പെടുന്നത് നിനക്കും നിൻ്റെ കുടുംബത്തിനുമായിരിക്കും എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല, സത്യങ്ങൾ മൊത്തം പുറത്തായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കളെല്ലാം എൻ്റെ കൂടെ കൂടും, നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ പെങ്ങൾക്ക് മാത്രമായിരിക്കും എന്ന് പറയുമ്പം എന്തിനാ ബാലേന്ദ്ര ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഒന്ന് ക്ഷമിച്ചുകൂടെ എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല, ക്ഷമ അതിൻ്റെ ആവശ്യമില്ല, കാരണം അത്രത്തോളം അഹങ്കാരമുണ്ട് നിങ്ങളുടെ പെങ്ങൾക്ക്, അത് വിട്ടുകൊടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് തന്നെ പറയുന്നു. അന്നേരം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നോർത്ത് ആകെ വിഷമിച്ച് നിൽക്കുക രാജീവൻ. അന്നേരം ബാലേന്ദ്രൻ ഇത്തിരി കളയാക്കി ചോദിക്കുക, എന്താ രാജീവ നീ ഇനി തിരിച്ചു പോകുന്നില്ലേ, ഇവിടെ തന്നെയാണോ എന്ന്. കാരണം പെങ്ങളുടെ പ്രശ്നങ്ങൾ തീർത്തിട്ട് തിരിച്ചു പോക്ക് നടക്കുകയല്ലോ, അതുകൊണ്ടായിരിക്കാം. അന്നേരം ആകെ വിഷമത്തിൽ നിൽക്കുന്ന രാജീവിനെ കാണിക്കുന്നുണ്ട്. പിന്നീട് പിറ്റേ ദിവസമാണ് കാണിക്കുന്നത്. നേരം വെളുത്തു രാവിലെ ശിവനും രാജീവനൂടെ പത്രം വായിച്ചുകൊണ്ടിരിക്കുക. അന്നേരം അങ്ങോട്ട് ചായയൊക്കെ ആയിട്ട് വരും കമല. എന്നിട്ട് ചോദിക്കും, നിങ്ങൾ എന്താ ഇങ്ങനെ രാവിലെ ഇവിടെ ഇരിക്കുന്നേ, കാണേണ്ടവരെയൊക്കെ രാവിലെ പോയി കാണാൻ മേലായിരുന്നോ എന്ന് ചോദിക്കുമ്പം ശിവൻ പറയുന്നുണ്ട്, നീ പറയുന്നത്, നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ, അതിനുമുമ്പ് ആരെ പോയി കാണാനാ പറയുന്നത് എന്ന് ചോദിക്കുമ്പം കമല പറയുന്നുണ്ട്, നിങ്ങൾക്ക് നേരം വെളുക്കുമ്പോഴേക്കും ബാക്കിയുള്ളവർക്ക് രാത്രിയാവും, അവരവരുടെ കാര്യത്തിന് പോയിട്ടുണ്ടാവും, ആരെങ്കിലും പോയി കാണുക എന്ന് പറയുമ്പോൾ രാജീവൻ ചോദിക്കും, ആരെ കാണാനാ, കുറേ പേരെ കണ്ടല്ലോ എന്നിട്ടും
പ്രയോജനമൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് പറയുമ്പം കമല പറയുക അത് നിങ്ങളെക്കൊണ്ട് കൊള്ളാത്തത് കൊണ്ടാണെന്ന്. രാജീവനായതുകൊണ്ടാണ് ഇങ്ങനത്തെ ചീഞ്ഞ കേസിനൊക്കെ വന്നിരിക്കുന്നത്. ഏതായാലും രാജീവൻ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നല്ല കഴിവുള്ള കമലയെടുത്ത് എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്? കളത്തിലേക്ക് ധാൻസി റാണിയെ പോലെ അങ്ങ് ഇറങ്ങി എല്ലാ കാര്യങ്ങളും അങ്ങ് ഡീൽ ചെയ്യാൻ മേലായിരുന്നോ എന്ന് ചോദിക്കുമ്പം കമല പറയുവാണ് എനിക്ക് ആരെ അറിയത്തില്ല, അല്ലെങ്കിൽ ഞാനിതൊക്കെ ചെയ്തേനെ എന്ന്. അന്നേരം ശിവൻ പറയുന്നുണ്ട് നീയാണ് അവനെ വളർത്തി ഈ പരുവത്തിനാക്കി വെച്ചത്, എന്നിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണാൻ ഞാൻ ഓടി നടക്കണം. കൊള്ളാം, നിനക്കൊന്നും ചെയ്യാനില്ലല്ലേ എന്നിങ്ങനെ പറയുമ്പം ശിവൻ പറയുവാണ് ഞാൻ നിങ്ങളുടെ പുറകിൽ നിന്ന് ബലം തരും, അതാണ് എൻ്റെ കടമ, അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുക. എന്നിട്ട് ശിവൻ പറയുന്നുണ്ട് ഞാൻ കൊള്ള ബലം മതി, നീ പുറകിൽ നിന്ന് ഒരുപാട് ബലം തരേണ്ട കാര്യമില്ല എന്ന്. അന്നേരം ദേഷ്യപ്പെട്ട് കമല പറയുവാണ് നിങ്ങളിങ്ങനെ ഇരുന്നു, ആ അലീന എങ്ങനെയെങ്കിലും രോഹിത്തിനെ രക്ഷിച്ചെടുക്കും, അവന് ജാമ്യം കിട്ടും, അപ്പോഴും അകത്ത് കിടക്കും ഹരി എന്ന് പറയുമ്പം രാജീവൻ ചോദിക്കുന്നുണ്ട് അലീന എന്ത് ചെയ്യുമെന്ന് കമലയെടുത്ത് പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പം കമല പറയുവാണ് അലീന 2-3 തവണ ഇപ്പം ശരണ്യയുടെ അടുത്ത് പോയി, അവൾക്ക് ഇങ്ങനെ മയക്കാനൊക്കെ പ്രത്യേക കഴിവുണ്ടല്ലോ, അതുകൊണ്ട് അവൾ എങ്ങനെയെങ്കിലും രോഹിത്തിനെ അതിൽ നിന്ന് രക്ഷിച്ചെടുക്കും എന്നിങ്ങനെ പറയുക. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട് നിങ്ങൾക്ക് ആ അലീനയോടൊന്ന് പറയാൻ മേലായിരുന്നോ എങ്ങനെയെങ്കിലും ഹരിയുടെ കാര്യം കൂടി ഒന്ന് ശരിയാക്കാൻ, അങ്ങനെയാണെങ്കിൽ രക്ഷപ്പെട്ടേനെ എന്നിങ്ങനെ പറയുവാണ്. അന്നേരം ഇവർ പറയും അത് ഞങ്ങൾ പറയേണ്ട കാര്യമില്ലല്ലോ എന്ന്. അന്തേക്കും അങ്ങോട്ടേക്ക് മനുവും വന്നിരിക്കുവേ. അന്നേരം മനുവിനോട് പറയുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ. അന്നേരം ഇവർ ചോദിക്കുവാണ് കമലയ്ക്ക് നല്ല കഴിവുണ്ടല്ലോ, അതുകൊണ്ട് കമലയ്ക്ക് അലീന ചെയ്തതുപോലെ തന്നെ അവിടെ പോയി ശരണ്യെ കണ്ട് ഒന്ന് സംസാരിച്ച് ഇങ്ങനെയുള്ളൊരു അവസരം സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ മേലെ എന്ന് ചോദിക്കുമ്പോൾ കമല പറയുവാണ് പിന്നെ അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിലേ എൻ്റെ പട്ടി പോലും ചെയ്യത്തില്ല, അതിൻ്റെ ഒന്നും ആവശ്യം എനിക്കില്ല എന്ന്. അന്നേരം ശിവൻ ചോദിക്കുന്നുണ്ട് നിൻ്റെ പട്ടി എവിടെ കിടക്കുന്നത്, ഞങ്ങൾക്കൊന്ന് കാണണമല്ലോ എന്ന്. ശിവനൊക്കെ ദേഷ്യം വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇവരെല്ലാവരും കൂടെ മനുവിനോട് പറയുവാണ് അലീനയോടൊന്ന് സംസാരിക്കാവോ, ഹരിയുടെ കാര്യം കൂടി, ഹരിയെ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കുന്ന കാര്യം ഒന്ന് സംസാരിക്കാവോ എന്ന് ചോദിക്കും. മനു പറയുന്നുണ്ട് അതൊന്നും നടക്കുന്ന കാര്യമല്ല, ഹരിക്ക് വേണ്ടിയൊന്നും അവൾ ഒന്നും ചെയ്യല, അവൻ്റെ സ്വഭാവം എന്താണ് എന്ന് അലീനയ്ക്ക് നന്നായിട്ട് അറിയാം, അവൻ കാരണമാണ് രോഹിത്ത് കൂടി ചീത്തയായത് എന്ന് അവൾ പറയാറുണ്ട്, അപ്പോൾ പിന്നെ എന്ത് പറയാനാണ് ഞാൻ അവളോട് എന്ന് ചോദിക്കുമ്പം കമല പറയുവാണ് അല്ലെങ്കിൽ ഒന്നിനും കൊള്ളില്ല എന്ന് എനിക്കറിയാമെന്ന്. അന്നേരം ഒന്ന് തൊഴുത് പിടിക്കുവേ മനു, എന്നിട്ട് പറയുന്നുണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റിന് ഒരുപാട് നന്ദിയുണ്ട്, എല്ലാ കഴിവുമുള്ള ഒരുത്തൻ എന്താ ചെയ്തതെന്ന് ഞാൻ നന്നായിട്ട് കണ്ടതാണ്, അതുപോലെ ചെയ്യാനുള്ള കഴിവ് ഏതായാലും എനിക്കില്ല എന്ന് പറയുന്നു. അന്തേക്കും നിങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, സ്വന്തം മകൻ ജയിലിൽ കിടന്ന് നരകിച്ച് തീരുന്നത് നിങ്ങൾ കാണും, അന്നേരെ കമല പറഞ്ഞത് ശരിയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് തുള്ളിച്ചാടി അങ്ങ് എഴുന്നേറ്റ് പോയി കഴിയുമ്പം ശിവനും രാജീവനും കൂടി മനുവിനോട് ചോദിക്കുക എടാ അലീനയോട് നിനക്കൊന്ന് സംസാരിക്കാൻ മേലായിരുന്നോ എന്ന്. അന്നേരം മനു പറയും ഞാൻ സംസാരിച്ചാൽ ശരിയാകുകയില്ല, നിങ്ങൾ തന്നെ സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് മനു അങ്ങ് എഴുന്നേറ്റ് പോകും. അന്നേരം രാജീവൻ പറയുന്നുണ്ട് എല്ലാവർക്കും കാര്യം നടക്കണം, പക്ഷേ ഒരു സ്റ്റെപ്പ് താഴോട്ട് ഇറങ്ങാൻ ആർക്കും പറ്റിയില്ല, അവർക്കൊക്കെ ഭയങ്കര ആത്മാഭിമാനമുള്ളവരാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. എല്ലാത്തിനും ഓടി നടക്കാൻ കൊച്ചച്ഛനാണ് കൂടെയുള്ളത്, പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ കാണിക്കുന്നത് അലീനയും രേവതിക്കുട്ടിയും കൂടെ സംസാരിക്കുന്നതാണ്. അവർ സാധാ രീതിയിലുള്ള സംസാരമൊക്കെ സംസാരിക്കുന്നു. ഇവിടെ എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കുമ്പോൾ അലീന ജയിലിൽ പോയി രോഹിത്തിനെ കണ്ട കാര്യമൊക്കെ പറയും. അന്നേരം രോഹിത്ത് ചേച്ചിയോട് സംസാരിച്ചോ എന്ന് ചോദിക്കുമ്പം അവൻ ഒരു തവണ എൻ്റെ മുഖത്തേക്ക് നോക്കി, അത് കഴിഞ്ഞ് പിന്നെ നോക്കിയിട്ടില്ല എന്ന് പറയുമ്പം അവന് നാണക്കേട് കാണും, എന്തൊക്കെ കാണിച്ച് മതിച്ച് നടന്നതാണ്, എന്നിട്ടിപ്പോൾ ചേച്ചിയുടെ മുമ്പിൽ ഒരു കുറ്റവാളിയെ പോലെ നിൽക്കുമല്ലേ, അതിൻ്റെ നാണക്കേട് അവന് കാണും എന്ന് പറയുവാണ്. അന്നേരം ആകെ ക്ഷീണമാണ്, ഇനി അവനൊരു ജീവിതമില്ലല്ലോ എന്നുള്ള രീതിയിൽ കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ജയിലിൽ നിന്ന് ഇറങ്ങിയാലും ഒരു നല്ല ജീവിതം കിട്ടില്ല, നല്ലൊരു ജോലി കിട്ടില്ല, അങ്ങനെയുള്ള കുറേ സങ്കടങ്ങളൊക്കെ പറയുന്നു. അത് കഴിഞ്ഞ് അങ്കിളിനെ ആൻറ്റിയും അന്വേഷിച്ചു എന്നൊക്കെ പറയണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോം വയ്ക്കുവാണ്. പിന്നീട് രാവിലെ തന്നെ പുറത്തേക്ക് പോകാൻ വേണ്ടി റെഡിയാകുന്ന ബാലേന്ദ്രനെയാണ് കാണിക്കുന്നത്. ബാലേന്ദ്രൻ റെഡിയായിട്ട് നിൽക്കുന്നതേക്കും അങ്ങോട്ടേക്ക് അലീന വരും. അലീനയും റെഡിയായിട്ടുണ്ട്. അപ്പം ബാലേന്ദ്രനോട് ചോദിക്കും അച്ഛൻ ഇന്ന് പുറത്ത് പോകുന്നുണ്ടോ എന്ന്. അന്നേരം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കുമ്പോഴാണ് നല്ല ഡ്രസ്സൊക്കെ ഇട്ടാണ് അലീനയും നിൽക്കുന്നത്. അതുകൊണ്ട് അലീനയോട് ചോദിക്കും നീ എവിടെ പോവുകയാണ് എന്ന്. അന്നേരം ഞാൻ ശരണ്യെ കാണാൻ പോവുകയാണ് എന്ന് പറയുമ്പം ഇതിൻ്റെ ആവശ്യമുണ്ടോ നമുക്ക് എന്ന് ചോദിക്കുക ബാലേന്ദ്രൻ. അന്നേരം നമുക്ക് ആവശ്യമുള്ളത് കൊണ്ടല്ല ഞാൻ പോകുന്നത്, ശരണ്യയ്ക്ക് ആവശ്യമുള്ളത് കൊണ്ടാണ് എന്ന് പറയുമ്പം ബാലേന്ദ്രൻ ചോദിക്കും അവൾക്ക് ആവശ്യമുണ്ട് എന്ന് നിന്നോട് പറഞ്ഞോ എന്ന്. നേരം എന്നോട് പറഞ്ഞൊന്നുമില്ല, ഞാൻ കണ്ടറിഞ്ഞ് ചെയ്യുന്നേ ഉള്ളൂ, അങ്ങനെയല്ലേ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് അങ്ങനെ ചെയ്യുന്നത് മറ്റൊരു വീട്ടിൽ നിന്നാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, ഇതിപ്പം പ്രതിയുടെ വീട്ടിൽ നിന്ന് ഒരാൾ എപ്പോഴും അങ്ങോട്ട് പോവുകയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിക്കുമ്പം അലീന പറയുവാണ് അവൾക്ക് ഇപ്പം എന്നെ ആവശ്യമുണ്ട്, ഇന്നൊരു ദിവസം കൂടി ഞാൻ അവളെ ഒന്ന് പോയി കാണുവാണ്, അവളെ ഒന്ന് പുറത്തൊന്ന്
ഇറക്കണം, ആൾക്കാരെ ഫേസ് ചെയ്യാനുള്ള അവളുടെ ബുദ്ധിമുട്ട് മാറ്റണം, അങ്ങനെ അവൾ എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നൊക്കെ പറയുമ്പം ബാലേന്ദ്രൻ പറയുക, എന്നിട്ട് വേണമല്ലേ അവൾ കോടതിയിൽ വന്ന് എൻ്റെ മകനെതിരെ നല്ല ഉറച്ച സ്വരത്തിൽ മൊഴി കൊടുക്കാനല്ലേ എന്നിങ്ങനെ ബാലേന്ദ്രൻ ചെറിയൊരു പരിഭവത്തോടു കൂടി പറയുമ്പം അലീന പറയുവാണ്, ഇവിടുത്തെ ബബിതയ്ക്കോ കൃഷ്ണമോൾക്കോ ആണ് അങ്ങനെയൊരു അവസ്ഥ വന്നതെങ്കിൽ അവരും കോടതി പോയി മൊഴി കൊടുക്കണ്ടേ, അങ്ങനെയല്ലേ വേണ്ടത് എന്ന് ചോദിക്കുന്നു. ബാലേന്ദ്രന് ചെറിയ ഇഷ്ടക്കേട് തോന്നുന്നുണ്ട്, എങ്കിലും ആയിക്കോട്ടെ നിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറയും. എന്നാൽ ഞാനും പോവാണ് എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ പറയും, ബസ് സ്റ്റോപ്പിൽ ഇറക്കി വിടാം, ഞാൻ പോകുമ്പോൾ എൻ്റെ കൂടെ പോരെയെന്ന്. ആയിക്കോട്ടെ അച്ഛ എന്ന് പറഞ്ഞ് അലീന അങ്ങോട്ട് ഇറങ്ങി പോകുന്നു. അത് കഴിഞ്ഞ് മൊബൈലൊക്കെ എടുത്ത് പോക്കറ്റിലോട്ട് ഇടുമ്പോഴും ഒരു ചെറിയ ഇഷ്ടക്കേടുണ്ട് ബാലേന്ദ്രന്. പക്ഷേ അലീനയോട് വേണ്ട എന്ന് പറയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ബാലേന്ദ്രൻ പറയാത്തതാണ്. ഏതായാലും ബാലേന്ദ്രൻ ഇറങ്ങി വരുന്നു. അന്തേയും അലീനയും റെഡിയായി ഇറങ്ങുന്നുണ്ട്. അന്നേരം കൃഷ്ണമോൾ വന്നിട്ട് പറയുന്നുണ്ട്, ചേച്ചി പോയിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേക്കണം കേട്ടോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആകെ ടെൻഷനാകും എന്ന് പറയുമ്പം അങ്ങനെ ടെൻഷൻ അടിക്കുമെന്നും വേണ്ട, ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം, ആ സമയമൊക്കെ അത്രയും ഇവിടെ ഇരുന്ന് പഠിച്ചോണം, ഒരുപാട് ക്ലാസ് മിസ്സായതാണ് എന്നൊക്കെ പറയും. ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് കഴിയുമ്പം അലീന ബാലേന്ദ്രൻ്റെ വണ്ടിയിൽ കയറി പോകുന്നു. ടാറ്റയൊക്കെ കൊടുത്ത് വണ്ടിയിൽ കയറി പോകുന്നു. അവരെ നോക്കി നിൽക്കുന്ന കൃഷ്ണമോളെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.